ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവർ നോക്കിയത്. അതിന് വരുമ്പോൾ അവർ നോക്കിയില്ല. ഞാൻ പോലീസുകാരെയും ന്യൂസ് ചാനലും വിളിച്ചു പറഞ്ഞു ഞാൻ അറിയിച്ചത്. മിനിസ്റ്റർ പോലും പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ. നെഞ്ചുരുകിയാണ് ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വന്നത്. കെട്ടിടാവശിഷ്ടത്തിനിടയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന് ജീവനോട് മല്ലിട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ബിന്ദുവിന്റെ ബന്ധു. രക്ഷാപ്രവർത്തനത്തിലെ അനാസ്ഥയ്ക്ക് ഈ വാക്കുകൾക്കപ്പുറം എന്ത് തെളിവ് വേണം? എന്റെ ഭാര്യയുടെ അമ്മയുടെ അനീതിയാണ്. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്ര നേരം അവർ അന്വേഷിച്ചിട്ടില്ല. അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത്. രക്ഷാപ്രവർത്തനത്തിന് തക്ക സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് JCB എത്തിച്ചാലും അപകടം നടന്ന സ്ഥലത്തേക്ക് JCB എത്താൻ പിന്നെയും ഏറെ സമയമെടുക്കുമായിരുന്നു. 2 പേർക്ക് ചെറിയ പരിക്ക് എന്ന് മന്ത്രിമാർ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യ മിനിറ്റുകളിലെ രക്ഷാപ്രവർത്തന സാധ്യതയും മങ്ങി. രക്ഷാപ്രവർത്തനത്തിന് ശേഷം JCBകൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണിത്. ആശുപത്രി ഇടനാഴിയിലൂടെ തടസ്സങ്ങൾ നീക്കിയുള്ള മടക്കയാത്ര. അപകടത്തിന് താൻ ദൃക്സാക്ഷിയായിരുന്നു. കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞിരുന്നു അപകടത്തിന്റെ ആഘാതം വലുതാണെന്ന്. പക്ഷെ മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയില്ല. ദുഃഖത്തോടെ രോഗിയുടെ കൂട്ടിരിപ്പുകാരനായ സൈനികനായ യുവാവ് പറഞ്ഞു. രോഗികളെ കൂടി ഞാനും കൂടാണ് രാവിലെ രോഗികളെല്ലാം കൂടെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയതൊക്കെ. 3 പേര് ഇച്ചിരി ഇഞ്ചുറി ആയിട്ടുണ്ട്. ഇത് നിസ്സാര സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. നിസ്സാര സംഭവം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വയ്യാഴി വന്നായിരിക്കും നമ്മൾ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വരുന്നത്. അപ്പോൾ ഈ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ മുൻവിധിയോടെ സാഹചര്യം മനസ്സിലാക്കാതെ ഒരിക്കലും പ്രതികരിക്കരുത്. പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുള്ള മന്ത്രിമാരും ആശുപത്രി അധികാരികളും. നഷ്ടപ്പെട്ടത് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനാണ്. ആ നഷ്ടം ആര് നികത്തും? വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ കോട്ടയം.